നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രെഡ് ഓംലെറ്റ് ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ ചൂടായി വന്നപ്പോൾ നമുക്ക് ഇതിനകത്ത് ബട്ടറോ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബ്രെഡ് ഒന്ന് മുരിച്ചെടുക്കാം. ബ്രെഡ് ഹൈ ഫ്ലെയിമിലിട്ട് മൊരിച്ചെടുക്കരുത്. ലോ ഫ്ലെയിമിലായിക്കൊണ്ട് വേണം നമ്മളിതൊന്ന് മൊരിച്ചെടുക്കാൻ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. നമുക്ക് ജോലിക്ക് പോകുന്ന ആൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ താമസമായിരിക്കും. അരി അരച്ച് വയ്ക്കാതെ ഉഴുന്നരച്ച് വയ്ക്കാതെ ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റാണിത്. ബ്രെഡെല്ലാം നമ്മൾ മുറിച്ച് മാറ്റി വെച്ച് നമ്മളിതിലേക്കൊരു 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ടയെല്ലാം നമ്മൾ പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, തീരെ ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഒരു പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്.
കുരുമുളക് ക്രഷ് ചെയ്തത് 1/4 ടീസ്പൂൺ. നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. മുട്ട നന്നായിട്ട് ഉടച്ചെടുക്കണം. നല്ല രീതിയിൽ പതഞ്ഞ് വരണം. അപ്പോഴാണ് ആ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്കിത് മുപ്പിച്ചെടുക്കാം. നാല് ബ്രെഡ് നമ്മൾ ഒന്നിച്ച് വെച്ച് കാരണം നെടുകയൊന്ന് ഭാഗിച്ചു കൊടുക്കാം. 2 എണ്ണം വീതമാണ് അങ്ങനെ ഭാഗിച്ചു കൊടുക്കേണ്ട അരിയിൽ ഇതേപോലെ. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ബ്രെഡ് ഓംലെറ്റ് ഇവിടെ തയ്യാറായി. വളരെ ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് മുറിച്ച് വെച്ചും എടുക്കാവുന്നതാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് മുറിച്ച് വെച്ചും കൊടുക്കാവുന്നതാണ്.